ഹലോ കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കസിൻ്റെ വീട്ടിലൊക്കെ പോയി. അപ്പം ഇത് ഞങ്ങളുടെ ഒരു കസിൻ്റെ വീടാണ്. ഒരുപാട് ചെടികൾ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൾമോസ്റ്റ് ചെടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അടിവശം ബ്രൗൺ കളറാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വെയിലൊന്നും കൊള്ളാൻ പാടില്ല. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇല ഇങ്ങനെ പൊള്ളിപ്പോവും, കരിഞ്ഞു പോവും. അതുകൊണ്ട് ഷെയ്ഡുള്ളിടത്ത് വെക്കുന്നതായിരിക്കും ഇങ്ങനത്തെ പ്ലാന്റ്സ് വളരാൻ നല്ലത്. ഇത് കണ്ട നല്ല രസമുണ്ട്. പണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ടൈപ്പ് വളരുന്നൊരു ചെടിയില്ലേ, അതിൻ്റെ ടൈപ്പ് ഇലയാണത്. ഇത് പിന്നെ നമ്മൾ കോമൺലി കാണാറുള്ള ഒരു ടൈപ്പ്. ഇത് വെറുതെ കൊണ്ടിട്ട് അത് അയി നിറയും കിളിച്ചോളും, ആ ടൈപ്പാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ വേറെ തന്നെ നല്ല രസം അത് കാണാൻ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട് സെയിം ഇല കണ്ടത്തിന് വെയിലടിച്ചപ്പോഴത്തേന് ചുരുണ്ട് പോയത്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് എടുത്ത് കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. അത് ഹാങ് ചെയ്തിടാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അങ്ങോട്ടുള്ള പ്ലാന്റ്സൊക്കെ നമ്മുടെ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ പടത്തിൽ വിട്ടേക്കുന്നത് നല്ല രസമാണ് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി 1-2 വീഡിയോസിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കുളം പോലെയൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കിടപ്പുണ്ട്. ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു വീഡിയോയിൽ. പിന്നെ ഈ കാണുന്ന പോച്ചയൊക്കെ അവർ ഓൾറെഡി കളക്ട് ചെയ്ത് നട്ടേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ അയ്യത്തൊക്കെ കാണുന്ന പോച്ച ഇങ്ങനെ എന്താണ് പിക്ക് ചെയ്തെടുത്ത് നട്ടേക്കുവാണ്. പിന്നെ നല്ല രസമാണ് കേട്ടോ. അതിൽ വെള്ളമാണ്. അപ്പം പോട്ടിൽ നമ്മൾ ചെടി നട്ടേക്കുകയാണ്. അതും നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഹാങ് ചെയ്തിട്ടേക്കുകയാണ്. ഈ കാണുന്ന ചേമ്പൊന്നും അല്ല, നമ്മുടെ പ്ലാന്റിലെ ഇനത്തിൽ കാണുന്ന ഒരു തരത്തിലെ ചേമ്പിൻ്റെ ഇനമാണ്. നല്ല രസമാണ് കേട്ടോ. അതിങ്ങനെ ഒരെണ്ണം മതി, നിറഞ്ഞ് നിൽക്കും. നല്ല ഭംഗിയാണത് കാണാൻ. പിന്നെ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരുപാട് ചെടികൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം കുറേ വെറൈറ്റീസാണ്. നമ്മുടെ വീടുകളിൽ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഭംഗിയാണ്. പിന്നെ വാഴ ടൈപ്പ് ചെടികൾ നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ ഞാൻ ഉള്ള ടൈപ്പ് തന്നെയാണ്. പിന്നെ ഇത് കണ്ടോ, ഒരുപാട് ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പ് കുറേ ഉണ്ട് കേട്ടോ. അത് പോട്ട് നിറയെ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നൊരു വയലറ്റ് കളർ പൂ പിടിക്കും. പിന്നെ നമ്മൾ ഈ ചെടിയുടെ ഒരുപാട് വെറൈറ്റീസ് വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, മറ്റേ ഉള്ളിയുടെ ഇലയുടെ കൂട്ടിങ്ങനെ അതിനകത്തൊരു വൈറ്റ് കളർ പൂ പിടിക്കും കേട്ടോ. ഇതിനകത്തും പിടിക്കും വൈറ്റ് കളർ പൂവ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് തന്നെയാണ്. സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. വെയിലില്ലെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് മറ്റേ ഗ്രീൻ കളറായിരിക്കും കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. അച്ചുക്കുട്ടിനോട് ഇരിപ്പുണ്ട്, കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കണ്ട ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കാണ്. ചെറിയ പോട്ടൊന്നുമല്ല, വലിയ പോട്ടിൽ തന്നെ ഹാങ് ചെയ്തിട്ടേക്കുന്നത്. വെയിലടിക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് കിളിച്ച് നിൽപ്പുണ്ട്. പിന്നെ 2 സൈഡിലും ഇതേപോലെ വാഴയുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ. അതും നിറയെ സ്പ്രെഡാവും. പിന്നെ ഇത് മറ്റേ പനിക്കൂർക്കയില്ലേ, നമുക്ക് പനിയൊക്കെ വരുമ്പം നല്ലതാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കാനും നീരെടുക്കാനൊക്കെ നല്ലതാണ്. ഇതും ഇതേപോലെ ഇങ്ങനെ പടരുന്നൊരു ടൈപ്പ്. അത് ആ മുളക് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, പ്ലാവിൽ ഇങ്ങനെ പടത്ത് വിട്ടേക്കുവാണ്. അതിൽ വേറൊരു ചെടി കണ്ട നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കണ്ട ഹാങ് ചെയ്തിട്ട് ടൈപ്പ് ചെടിയാണത്. അതും അതിലൊരു അറ്റത്തൂടെ പടന്ന് കയറിയിട്ടുണ്ട്. പിന്നെ ഒരു തരത്തിലെ പനയാണത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ചെടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ കോമൺ ആയിട്ട് ഈ ഓഡിറ്റോറിയത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ തൊട്ടപ്പുറത്ത് വേറൊരു ഇനമുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ബ്രൗൺ കളറാണ്. ഇതാണിത് കണ്ട, നല്ല ക്യൂട്ടായിട്ടുണ്ട് നിൽക്കുന്നത് കാണാൻ. പിന്നെ ഇത് നമ്മൾ കോമൺലി കാണുന്നതാണ്. ഇതിന് എനിക്ക് ഒന്ന് വൈറ്റും പിങ്ക് കളറൊക്കെ പൂക്കൾ വരുന്ന ടൈപ്പാണ്. അപ്പം ഇവിടെ എല്ലാവരും പോച്ച് നട്ടേക്കുവാണ്. പോച്ച് കയറിയതല്ല, പോച്ച് നട്ടേക്കുവാണ്. പിന്നെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. അത് ഫുള്ള് ഇത്തിരി മിണിയൊന്നുമല്ല, നല്ല രീതിയിലൊരു കിളിക്കൂട് പോലെ ഫുള്ളി ഇങ്ങനെ കവർ ചെയ്ത് നല്ല വെയിലൊന്നും അടിക്കാത്തതുകൊണ്ട് നല്ല ഗ്രീൻ കളറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഒരു വളമൊക്കെ ചെയ്താണ് നടുന്നത്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഉണങ്ങി വരുമ്പം അത് ഫുള്ള് അവർ ഇളക്കി കളഞ്ഞിട്ട് വീണ്ടും നെക്സ്റ്റ് പിടിപ്പിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. പണ്ട് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഹൗസ് വാമിൻ്റെ സമയത്ത് നോക്കാൻ പറ്റാതെ എല്ലാം പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കലംപൊട്ടി അറിയാം. കലംപൊട്ടിയുടെ വൈറ്റും എനിക്കൊന്ന് പിങ്കും നമ്മൾ ഈ കണ്ട ലാവൻഡർ കളറും ഉണ്ട്. പിന്നെ ഒരു മരത്തിൽ കുറേ ഓർക്കിഡ് ടൈപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പോകാൻ വേണ്ടി ചെറിയൊരു പാത്തുണ്ട്. അത് കുടത്തിലൊക്കെയാണ് ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ചേമ്പിൻ്റെ ഇനത്തിൽപ്പെട്ട് നല്ലൊരു ഇനമുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ് ടൈപ്പ് തന്നെ ഇവിടെ ഒരെണ്ണമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പം അതും ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പം നമ്മളിത് സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും അത്യാവശ്യം പിടിക്കും, നന്നായിട്ട് തന്നെ പിടിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെടികൾ. പിന്നെ വലിയൊരു മണി പ്ലാന്റ് ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ ബ്ലോഗ്.